ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫാനിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ എൻ്റെ റൂമിൽ ഫാൻ കേട് വന്നപ്പോൾ പുതിയൊരു ഫാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് JV ലൂക്കർ എന്ന ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഇതൊരു BLDC ഫാനാണ്. ഇതിൽ പിന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. 2 വർഷം വാറൻറ്റിയൊക്കെ തരുന്നുണ്ട്. പിന്നെ റിമോട്ടൊക്കെ ഉണ്ട്. 5 സ്റ്റാർസ് ആണ് റേറ്റിംഗ്. കളർ ഒരു കോഫി ബ്രൗൺ ആ റേഞ്ചാണ്. BLDC ആകുമ്പോൾ കുറച്ച് കറണ്ട് ചാർജ് കുറയുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയെന്ന് മാത്രം. ഇല്ലെങ്കിൽ നോർമൽ ഫാൻ ഉണ്ട്, അതാകുമ്പോൾ റേറ്റും കുറവായിരിക്കും. ഇത് 3980 ബോക്സിലിട്ടിരിക്കണം. പക്ഷേ 2200 രൂപയ്ക്കാണ് വാങ്ങിയത്. പക്ഷേ ആറ്റംബർഗിൻ്റെ BLDC ഒക്കെ എടുക്കുന്ന സമയത്ത് റേറ്റ് കൂടും, 4000-ൻ്റെ മുകളിലൊക്കെ പോകും. അപ്പോൾ ഇത് അഞ്ജലി ഇലക്ട്രോണിക്സ് പറഞ്ഞ ചിറ്റൂരിൽ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഹോളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഉഷയുടെയും പിന്നെ വീഗാറിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൂക്കറിൻ്റെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ലൂക്കർ എടുത്തത്. ഇതാകുമ്പോൾ 2 വർഷത്തേക്ക് വാറണ്ടിയും തരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ കളേഴ്സ് അധികം ഓപ്ഷൻസും കിട്ടിയില്ല ഇതിൻ്റെ. ആകെ ഒരു ബ്രൗണും പിന്നെ ഒരു ക്രീം കളർ ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ബ്രൗൺ തന്നെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഓരോ ആക്സസറീസാണ്. ഇതൊന്നും ഞാൻ സെറ്റ് ചെയ്യില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതാണ് റിമോട്ട്. അപ്പോൾ റിമോട്ടിന് അവർ ബാറ്ററി ഒന്നും തന്നിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ നോർമലി TV ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ബാറ്ററിയൊക്കെ ചെറുത് 2 തരുള്ളൂ. അതിൽ ചെറിയ ബാറ്ററിയാണ്, പക്ഷേ ബാറ്ററി ഒന്നും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണ ക്ലാമ്പുകളും നട്ടും സ്ക്രൂസൊക്കെയാണ്. പിന്നെ വാറണ്ടി കാർഡാണ് ഇതിൽ. പിന്നെ ഡയറക്ഷൻസ് ഇമേജസ് ഒന്നും കൊടുത്തിട്ടില്ല, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രം എനിക്കൊരു നെഗറ്റീവായി തോന്നി. പിന്നെ അത് മെയിൻ മോട്ടർ. അപ്പോൾ ഒരു ഗ്ലോസി ടൈപ്പാണിത്. മാറ്റൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടും. നമുക്ക് ഗ്ലോസി ആകുമ്പോഴാണ് ഏറ്റവും വില കുറഞ്ഞത് ഗ്ലോസി ടൈപ്പേ കിട്ടുള്ളൂ. പിന്നെ ഡിസൈൻസ് വല്ലതും വേണമെങ്കിൽ അതൊക്കെ അഡീഷണൽ റേറ്റാണ്, കുറച്ചും കൂടി റേറ്റ് കൂടുതൽ വരും ഡിസൈൻസൊക്കെ ആണെങ്കിൽ. പക്ഷേ ഡിസൈൻസ് ഞാൻ നേരത്തെ ഉഷയുടെയൊക്കെ ഹോളിൽ എടുത്തതാണ്. ഡിസൈൻസ് എന്താ പ്രോബ്ലം പറഞ്ഞു വെച്ചാൽ കുറേ ആകുമ്പോൾ സമയത്ത് ലൂസാകും. അപ്പോൾ ഡിസൈൻസിൻ്റെ ക്ലിപ്പ് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. അതൊരു എനിക്ക് നെഗറ്റീവായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ലോങ് ലീഫ് ആണെന്ന് വെച്ചാൽ 1200 mm ആണ്. ഇത് നോർമലി എല്ലാ റൂമുകളിലേക്കൊക്കെ വെക്കണതാണ്. പിന്നെ അതിൽ കൂടുതൽ ഉള്ളത് ഉണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി വലിയ റൂം വയ്ക്കുമ്പോൾ അതൊക്കെയാണ് ആവശ്യം വരിക. അപ്പോൾ ഇതാണ് ലീഫ്. ഗ്ലോസി ടൈപ്പാണ്, സെയിം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇലക്ട്രീഷ്യനാണ്, അപ്പോൾ ആൾ വന്നിട്ടാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. അപ്പോൾ ഇതിൽ ഓൺ ചെയ്യേണ്ടതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺ ഇട്ടിട്ട് എപ്പോഴും 5-ൽ തന്നെ കീപ്പ് ചെയ്യണം. അതിൽ കുറവ് വെച്ച് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ റിമോട്ടിൽ നമ്മളിതിൽ 5-ൻ്റെ താഴെയും വെച്ചിട്ട് റിമോട്ടിൽ ടോപ്പും 5 തന്നെ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഓവർലോഡാവും ഫാനിന്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും 5-ൽ തന്നെ കീപ്പ് ചെയ്തിട്ട് എന്നിട്ട് റിമോട്ട് തന്നെ ബാക്കി യൂസ് ചെയ്യുക. പിന്നെ ഓൺ ചെയ്യണതൊക്കെ നോർമൽ സിംഗിൾ സ്വിച്ചിൽ തന്നെ ആവും. പിന്നെ ബൂസ്റ്റ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. റിവേഴ്സ് സ്വിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണണം. എനിക്കിതിൻ്റെ യൂസ് എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. റിവേഴ്സ് സ്വിച്ച് വന്നിട്ട് നമുക്ക് ഈ തണുപ്പ് കാലത്ത് നമുക്ക് തണുത്ത കാറ്റാണല്ലോ നോർമലി റൂമിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് കാറ്റ് വലിച്ചെടുക്കുക. അപ്പോൾ തണുത്ത കാറ്റ് മുകളിലേക്ക് വലിച്ചിട്ട് റിട്ടേൺ ഒരു ഇളം ചൂട് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കാറ്റ് വരും. ആ രീതിക്ക് റൂം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനാണ് കേട്ടോ റിവേഴ്സ് സ്വിച്ച്. ഞാനിത് ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. എനിക്കത് എന്തിനാണ് റിവേഴ്സ് സ്വിച്ച് ഒന്നും മനസ്സിലായില്ല, പക്ഷേ എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ ഫാനിന് എന്തായാലും ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ വില കുറഞ്ഞ ഫാനല്ലേ, അത്യാവശ്യം നല്ല റേഞ്ച്, ഒരു 3000-ൻ്റെ മുകളിൽ 4000-ൻ്റെ മുകളിലൊക്കെ ഫാൻ എടുത്തു കഴിഞ്ഞാൽ സൗണ്ട് കുറച്ചും കൂടി കുറഞ്ഞ് കിട്ടും. അതതിൻ്റെ ലീഫിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടാണ് അത് അങ്ങനെ സൗണ്ട് പറയുന്നത്. ഇത് കുഴപ്പമില്ല, ഈ വിലയ്ക്ക് കുഴപ്പമില്ല. ഇനി എത്ര കാലം നിൽക്കുമെന്ന് നോക്കാം. ഓക്കെ, ബൈ.